ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അനിയത്തിയും ആദിക്കുട്ടനും കൂടെ ഒരു ഷോപ്പിങ്ങിന് പോവാണ്. എവിടെയാണെന്നല്ലേ, ഞങ്ങൾ പണ്ട് തൊട്ടേ നമ്മുടെ സ്കൂൾ ഡേയ്സ് തൊട്ട് നമ്മൾ പോകുന്ന ഒരു സ്ഥലമാണ്. എന്തൊരു ഐറ്റം വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ മാർവാടി റോഡാണ്. അപ്പോൾ ഈ മാർവാടി റോഡെന്ന പേര് വരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ മാർവാടീസിൻ്റെ കടയാണ്. അങ്ങനെ നമ്മൾ അതിന് പേരിട്ടതാണ്, മാർവാടി റോഡിൽ പോകാം, മാർവാടി റോഡിൽ പോകാമെന്ന്. അങ്ങനെ ഇതിൻ്റെ പേര് വേറെ എന്തോ ഒരു പേര് കേട്ടോ, ബൈലപ്പ സർക്കിൾ എന്നെങ്ങാണ്ടാട്ടോ, പക്ഷെ നമ്മൾ വിളിക്കുന്നത് ഈ മാർവാടി റോഡിൽ നിന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ പോകുന്നത് അമ്മൂന് എന്തോ ഒരു ഫങ്ഷനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലൗസ് മാത്രം വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പം ആ കടയൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളുടെ രൂപം വെച്ച് വന്നതാണ്. പിന്നീടാണ് മനസ്സിലായ കട ഈ ഒരു ഭാഗത്തൊന്നുമില്ല. എന്നിട്ട് നമ്മൾ തിരിച്ച് ആ കട തപ്പിയാണ് നമ്മളിപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ആ കട കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രീറ്റിൽ എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും. അതായത് ദാസരഹള്ളിയിൽ ആണ് ഈ സംഭവം ഉള്ളത്. അപ്പം നമുക്ക് നെയിം ദ തിങ്, നമുക്കിപ്പോൾ ഒരു ദൂരെ പോയി ഒന്നും വാങ്ങണ്ട, റീച്ചബിളായിട്ടുള്ള സ്ഥലമാണ്. എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന മാതിരി എവറിത്തിങ് യു വിൽ ഗെറ്റ് ഇൻ ദ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് വന്നാൽ മതി, എല്ലാ കാര്യങ്ങളും ഒറ്റ സ്ഥലത്തു നിന്ന് തന്നെ ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് വരാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഒരു കടയിൽ കയറി. അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഒരേപോലത്തെ കടയുണ്ട്. ആൻഡ് ദേ ആർ ലൈക്ക് ലീസ് ബോദർ, വേണമെങ്കിൽ വന്നിട്ട് മൈറ്റ് ബി അവർ ഫുൾ ബോറടിച്ചിരിക്കുവാന്ന് തോന്നുന്നു, ഒരു കസ്റ്റമേഴ്സും വരാതെ. അപ്പം നമ്മൾ ആ കടയിൽ പോയിട്ട് ഒരു ബ്ലൗസിന് നോക്കുമ്പോൾ ഷീ വാസ് ലൈക്ക് എടുത്ത് കാണിക്കാൻ പോലും ഉള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും അവൾ എൻ്റർടൈൻ ചെയ്യത്തില്ല. അവൾ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് കസ്റ്റമറിനെ അത്ര പോലും വിലയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ അടുത്ത ഈ ബ്ലൗസ് മാത്രം കിട്ടുന്ന ഒരു കട നമ്മൾ തപ്പി പോവുമായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്തിട്ടാണ് പോയത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തി അവൾ ടേൺ ചെയ്യുമ്പം, ഇത് തുടക്ക കാലഘട്ടം ആയതുകൊണ്ടാണ്, ടേൺ ചെയ്യുമ്പം നമ്മൾ ഇറങ്ങണം. അപ്പോൾ അവൾക്ക് ഒരാളെ വെച്ചുകൊണ്ട് ടേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഇവളുടെ പുറകിന് തന്നെ കുറച്ച് പോകണം, എന്നിട്ടാണ് പിന്നെ അതിൽ കയറിയിട്ട് ഇതാക്കാൻ പറ്റുന്നത്. അപ്പം ആ എക്സ്പീരിയൻസ് ശരിയല്ലായിരുന്നു ആ കടയിൽ. അപ്പം നമ്മൾ വേറെ കട തപ്പി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ച കട, കൃഷ്ണ മാച്ചിങ് സെൻറ്റർ. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് മാച്ച്. മാച്ചിങ് സെൻറ്റർ. വിശക്കൊന്നും കഴിക്കാനാണ്. ഇത് ഭയങ്കര ഇതായിപ്പോൾ ലൈറ്റ്. ഐ ഫീൽ സംതിങ് നേവി ബ്ലൂ പോലത്തെ ബ്ലൂ. നല്ല കളറാണ്, ഇങ്ങനത്തെ കളറാണ്. ഇത് രണ്ടും നല്ല മാച്ചിങ് ആയിരിക്കും. ഇത് കോൺട്രാസ്റ്റ് കളർ. ദിസ് വിൽ സ്യൂട്ട്. ഓക്കേ, പ്ലെയിൻ അല്ലേ? ദാറ്റ് വിൽ ബി ഗുഡ്. ആക്സസറീസ് और ब्लू शेड्स है बड़ा. ഇങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെ ആയിരിക്കില്ല, മൂൺ ഗോഡസ് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ എടുത്ത് ശില്പി മാനുഫാക്ചറിങ് ഇതുപോലത്തെ എന്തോ സാരിയാണ് ഇവിടെ വാങ്ങിച്ചത് ദിവ്യ. ഓക്കെ ഓക്കെ, ഇത് ടിഷ്യൂ സിൽക്കാണ്, ഇത് ഓർഗാൻസ, ഇത് ടിഷ്യൂ സിൽക്ക്. അങ്ങനെ നമ്മൾ ബ്ലൗസ് എല്ലാം വാങ്ങി. പിന്നെ ഈ ഒരു സ്ട്രീറ്റിൽ വന്നാൽ നമുക്ക് എന്തായാലും എന്തെങ്കിലും കഴിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഓരോ മുക്കിനും മൂലയിലും ബേക്കറി ഉണ്ടാവും. പിന്നെ അതേമാതിരി ചാറ്റ്സ്, അതില്ലാത്ത ഒരു കടകളില്ല.
അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വരുമ്പോൾ നമുക്കൊരു വിശപ്പ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഗോൽഗപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഈ ഒരു കൊഡാക്ക് എന്ന് പറയുന്ന ഈ കടയുണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു നോസ്റ്റുമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് 10ാം ക്ലാസ്സിൽ നമ്മുടെ ഗ്രാജുവേഷൻ ഡേയോ ടീച്ചേഴ്സ് ഡേയോ കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തത് ഈ ഒരു സ്റ്റുഡിയോയിലായിരുന്നു. അതൊരു വൻ കോമഡി എന്ന് പറയാം. ഓരോരുത്തർ ഓരോ രീതിയിലാണ് പാവങ്ങൾ ആ ഒരു ഫോട്ടോ. ഇപ്പം എൻ്റെ ആ ഫോട്ടോ ഇല്ല, മമ്മിയുടെ അടുത്താണ്. അപ്പം ഈ വ്ളോഗ് കാണുന്ന എൻ്റെ കൂട്ടുകാരികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അഞ്ജു, സരിക, സുനിത, മോനിഷ, ഞങ്ങളെല്ലാവരും കൂടെ മാർച്ച് ഗ്രൂപ്പ് പോയിട്ടൊരു ഫോട്ടോ എടുത്തതായിരുന്നു. അതൊരു ഒന്നൊന്നര ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമ്മൾ എല്ലാം സാധനങ്ങളും ഇവിടെ തന്നെയാണ് കിട്ടുന്നത്. നമ്മൾ ഈ PV ബേക്കറി എന്ന് പറയുന്ന ഒരു ബേക്കറിയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ചാറ്റ്സ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ കാണുന്ന ഓരോ കടകളും. ഈ കോസ്മെറ്റിക്സിൻ്റെ ആവട്ടെ, ഡ്രസ്സിൻ്റെ കട, അത് ഞാൻ പറഞ്ഞില്ല, ഒരു കട തന്നെ ഒരു 5-6 ഒരുമിച്ചായിരിക്കും നിൽക്കുന്നത്. അതേപോലെ തിരക്കുമാണ്. ആൻഡ് വൺ ഓഫ് ദ ബിസിയസ്റ്റ് സ്ട്രീറ്റ് എന്ന് പറയാം. ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരും ഗാർമെൻറ്റ്സിൽ പോയിട്ട് വരുന്ന ആൾക്കാർ എല്ലാവരും ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന്, ബിക്കോസ് അവിടെ മെട്രോ സ്റ്റേഷനും ഉണ്ട്, എവറിത്തിങ്. ആ ഒരു ബസ് സ്റ്റോപ്പും എല്ലാം ഈ റോഡ് വഴിയാണ് കൂടുതലും ആൾക്കാർ സഞ്ചരിക്കുന്നത്. ആൻഡ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരുപാട് ഷോപ്സും. അങ്ങനെ പിന്നെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് വലുതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഒരു കടയാണ് PV ബേക്കറി. അപ്പോൾ ഇവരുടെ ഒരു ബ്രാഞ്ച് നമ്മുടെ ജലലിയിലും ഉള്ളതാണ്. അപ്പം ഇതാണ് ആദ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ചാറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കാം കേട്ടോ. ക്ലോസ് ആണോ? അല്ല, എനിക്ക് അങ്ങനെയൊന്നും വേണ്ട. നീ എന്തെങ്കിലും മേടിച്ചോ, ഞാൻ അതിനകത്ത് കുറച്ച് കഴിക്കാം. വേണ്ട, അല്ല എനിക്ക് പേര് മതി, അല്ലെങ്കിൽ ദഹിപൂരി മതി. അറിയാണ്ട പേര്, ഒരു കൺഫ്യൂഷൻ. ഏതാണ് അമ്മണിക്ക് എന്തോ അവർക്ക് 2 ഡോണറ്റ്, 2 കേക്ക്. ആ ഉണ്ട്. അത് വേണ്ട, ഇതല്ലോ ഷെയർ ഇറ്റ്. ആരെങ്കിലും പറയോ ആദ്യക്കുട്ടൻ പനിയാന്ന്? ഇല്ല. ഈ വ്ളോഗൊക്കെ ആര് കാണുമെന്നറിയോ? മഞ്ജു മാം, അനിത മാം, എല്ലാ മാമും കാണും. പനിയാന്ന് ഇനി കള്ളം പറയാൻ പറ്റത്തില്ല. ഹീസ് ഹാവിങ് ജങ്ക് ഫുഡ്. ഈ വീടല്ലേ മാളു തൊഴുതത്. ചെറുതിലെ ഇതുപോലെ ഈ ഒരു വീട് ഭയങ്കര, ഇപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നേരത്തെ ഇത് ഭയങ്കര ഒരു കൊട്ടാരം പോലൊക്കെ അന്നത്തെ കാലത്ത് നമുക്ക് തോന്നി. അപ്പം എൻ്റെ കസിൻ സിസ്റ്ററും ആളുമാണെങ്കിൽ ഇതുവഴി വന്നപ്പം ഷീ വാസ് തിങ്കിങ് ദാറ്റ് ഇതൊരു അമ്പലമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുപ്പൊക്കെ ഒരു തൊഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ച് പാർസലും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ പോവാണ്.
അപ്പോൾ ഇനിയും അതേപോലെ നിങ്ങൾക്കറിയാമല്ലോ, അവളുടെ വണ്ടി ഇങ്ങനെ തപ്പി തപ്പി നടക്കുകയാണ്, എവിടെയാണ് പാർക്ക് ചെയ്തതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആ പോകുന്ന വഴിക്ക് നമുക്ക് നോക്കുമ്പം എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് സ്ഥിരമുള്ള ഒരു പരിപാടിയാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും പോയി മുട്ടിക്കും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ. പിന്നെ ഒരു പ്രശ്നമില്ലെങ്കിൽ ആൾക്കാർ പോയിട്ട് അത് സോൾവ് ചെയ്യാൻ പോകും, പിന്നെ അവരത് പ്രശ്നത്തിൽ ഏർപ്പെടും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നെവർ മൈൻഡ്, അതൊന്നും നമ്മൾ ബോദർ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി തപ്പി നടക്കുകയാണ്. പിന്നെ വണ്ടി തപ്പി നടന്നാലും വണ്ടി കിട്ടിയിട്ടും കാര്യമില്ല, എന്നെ അപ്പം തന്നെ കയറ്റാനും അവൾ സമ്മതിക്കത്തില്ല. ഐ ഹാവ് ടു റൺ ബിഹൈൻഡ് ഹർ വെഹിക്കിൾ ബിക്കോസ് അവൾക്ക് ടേൺ ചെയ്യുമ്പോഴൊന്നും എന്നെ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനൊരു കാര്യമുണ്ട്. അവിടെ ഇരിക്കുന്നു ഗൈസ്. അമ്മു, നിൻ്റെ വണ്ടി അവിടെ ഇരിക്കുന്നു. തിരിച്ചിട്ട് ഞാൻ വരാട്ടോ. ഇതാണ് എൻ്റെ അവസ്ഥ. അവൾ തിരിച്ചു കഴിയുമ്പോഴാണ് ഞാൻ കയറേണ്ടത്. നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെയാണോ ഗൈസ്? എന്നെ കൊണ്ട് ഈ പരിപാടിയാണ് ചെയ്യുന്നത്. ഞാൻ ഇനി വണ്ടികളൊക്കെ വരുന്നുണ്ട്, നോക്കിയിട്ടൊക്കെ വേണം വേറെ. എനിക്കറിയാം അവളിനി അങ്ങനെ ദൂരെ പോയി നിർത്തത്തുള്ളൂ. സോ ഞാൻ അവർക്ക് മുന്നേ ഒന്ന് വേഗം പോയിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അതാ പോകുന്നുള്ളൂ. ഇവിടെ 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 എന്നെ കിടന്ന് വട്ടം കളിപ്പിക്ക് വന്നല്ലോ ഈശ്വരാ. അയ്യോ, ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് താങ്ക് യു. ഇങ്ങനെ ഒരു ഡ്രൈവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. സൂപ്പർ അല്ലേ? ഒരാളെ അവിടെ ഇരുത്തിയിട്ട് ടേൺ ചെയ്യിപ്പിക്കുക, പിന്നെ നീ 1 കിലോമീറ്റർ ദൂരെ പോയിട്ട് ഞാൻ അവിടേക്ക് നടന്നു വരിക. ഇതിലും ഭേദം നടന്നു പോരുന്നതായിരുന്നു. യെസ്, എനിവേ താങ്ക് യു, ബൈ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ആദി. ബൈ ബൈ. ഗുഡ് നൈറ്റ്. 65. ചിക്കൻ അല്ലേ? ഇതെന്താ വല്ല ചോക്ലേറ്റും പോലെ? ഇത് ഡോണറ്റാ. ഞാൻ ചിക്കൻ